ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൊല്ലാതെ നോവിച്ചുവിട്ട മൂർഖൻ പാമ്പായിരുന്നു ജെയ്ഷെ മുഹമ്മദ് തലവനായിട്ടുള്ള മൗലാന മസൂദ് അസർ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രത്യാഘാതത്തിൽ ഒട്ടുമിക്ക എല്ലാ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ട മസൂദ് അസർ പരമാവധി വീര്യത്തിൽ തിരിച്ചു കൊത്താൻ കാത്തിരിക്കുന്ന ഒരു വിഷപ്പാമ്പാണ്. ചാവേറുകളുമായി പൊട്ടിത്തെറിക്കാൻ ഇന്ത്യക്കെതിരെ സ്ത്രീകളുടെ ഒരു ചാവേർ സ്ക്വാഡ് ഉണ്ടാക്കുന്നതൊക്കെ അയാളുടെ ഒരു ശ്രദ്ധ തിരിക്കൽ തന്ത്രം മാത്രമായിരുന്നു എന്ന് വേണം കരുതാൻ. ഇത്തരത്തിലുള്ള അപഹാസ്യപരമായിട്ടുള്ള നടപടികളിൽ മുഴുകുമ്പോഴും അണിയറയിൽ രഹസ്യമായി ഇന്ത്യക്കെതിരെ ഒരു പാൻ ഇന്ത്യൻ ഭീകര ആക്രമണം തന്നെ അയാൾ പദ്ധതിയിടുകയായിരുന്നു. ഇപ്പോഴാ ജമ്മു കാശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഇന്ത്യ മുഴുവൻ ഭീകരാക്രമണം നടത്താൻ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായി ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട് അൽ ഖ്വയ്ദയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും കാൽപ്പാടുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ഒരു പാൻ ഇന്ത്യൻ ഭീകരാക്രമണം തന്നെ നടത്താൻ പദ്ധതിയിട്ടതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ശ്രീനഗറിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ച് പോസ്റ്ററുകൾ പതിച്ചതിന് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്നുള്ള ഒരു കാശ്മീരി ഡോക്ടറെ അറസ്റ്റ് ചെയ്തതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. തൊട്ടു പിന്നാലെ ഹരിയാനയിലെ ഒരു വാടക വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വൻതോതിലുള്ള അമോണിയം നൈട്രേറ്റ്, AK-47 റൈഫിളുകൾ, പിസ്റ്റളുകൾ, മാഗസിനുകൾ എന്നിവയൊക്കെ പിടിച്ചെടുത്തു. പുൽവാമ മോഡലിലുള്ള മറ്റൊരു ജെയ്ഷെ മുഹമ്മദ് ഭീകരാക്രമണം ആയിരുന്നു അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരുന്നത് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ജമ്മു കശ്മീരിലെ അനന്തനാഗിൽ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് രാജ്യവ്യാപകമായിട്ട് ഭീകരാക്രമണം നടത്താൻ അൽ ഖ്വയ്ദയുടെ പിന്തുണ കൂടിയുണ്ടോ എന്ന സംശയത്തിൽ ജമ്മു കാശ്മീർ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. കാരണം ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒട്ടനേകം ഡോക്ടർമാരും ഇസ്ലാമിക പുരോഹിതന്മാരും അടങ്ങുന്ന ഒരു സ്ലീപ്പർ സെൽ നെറ്റ്വർക്കിനെ പറ്റി അന്വേഷണ സംഘം അറിഞ്ഞത്. അന്വേഷണം അങ്ങനെ ഫരീദാബാദിലേക്ക് നീണ്ടു. അവിടെ അൽ ഫലാഹ് കോളേജിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ മുസമ്മിൽ, പിന്നെ ദൌജ് ഗ്രാമത്തിലെ പള്ളിയിലെ ഇമാമായിട്ടുള്ള ഇസ്താഖ് എന്നിവരെയൊക്കെ കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയ ഡോക്ടർ ഉമർ മുഹമ്മദിനായിട്ട് പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. മറ്റൊരു പ്രതിയായിട്ടുള്ള ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ ചോദ്യം ചെയ്യുന്നതിനായിട്ടുള്ള കസ്റ്റഡിയിലെടുത്തു. അന്വേഷണത്തിൽ തെളിഞ്ഞു വരുന്നത് ഒരേ സമയത്ത് പലയിടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന ആ പഴയ ഭീകരാക്രമണ ശൈലിയും ഒപ്പം മുംബൈയിലെ താജ് ഹോട്ടൽ ആക്രമണത്തിൽ കണ്ടിട്ടുള്ള സിവിലിയൻസിന് നേർക്ക് വെടിയുതിർക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഭീകരവാദ പദ്ധതിയുമാണ് അണിയറയിൽ ഒരുങ്ങിയത് എന്നാണ് നമുക്കറിയാം. ഇപ്പോൾ ഈ പറയുന്ന ഇത്രയും പറയുന്നതിൽ തന്നെ എത്ര ഡോക്ടർമാരെ പറ്റി നിങ്ങൾ കേട്ടു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഇതിൽ ഇപ്പോൾ അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി തന്നെ മാറ്റിയിരിക്കുകയാണ്, ഒരു ശൈലി തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇതിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെയൊക്കെ അവർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഡോക്ടർമാരെയും അത്തരത്തിൽ അധ്യാപകരെയൊക്കെ ചേർത്താണ് ഇവരിതിനെ ഈ ഒരു ടെറർ ഗ്രൂപ്പ് വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും UPI നിയമപ്രകാരവും ആയുധ നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. എന്തായാലും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന് തല ഇന്ത്യൻ ആർമി പിഴുതെടുക്കുന്നത് വരെ ജെയ്ഷെ മുഹമ്മദിന്റെ ഉടലായിട്ടുള്ള സ്ലീപ്പർ സെൽ നെറ്റ്വർക്ക് ഇനിയും പല സാഹസങ്ങൾക്കും ഇന്ത്യയിൽ മുതിരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.